വെള്ളിയും കടന്നു പോയാൽ എന്നിലനുതാപമേകാതെ മറിഞ്ഞാൽ യേശുവേ ജീവിതം പൂർണ്ണമായി നിഷ്ഫലം. അനുതാപമേകണമേ എന്നിൽ അനുതാപമേകണമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഇന്ന് പീഠാനുഭവ വെള്ളി, മിശിഹായുടെ പീഠകളുടെ ഓർമ്മ ആനന്ദത്തോടെ കൊണ്ടാടുന്ന ദിവസം. ലൂക്ക 22:49 എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ കൂടെയുള്ളവർ, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. യേശുവിൻ്റെ കൂടെയാണ് എന്നുറപ്പിക്കാൻ വാളെടുക്കുന്നത് മാന്യമാണെന്ന് കരുതുന്നത് ശിഷ്യത്വത്തിൻ്റെ ഒരു വലിയ പരാജയമാണ്. യേശുവിൻ്റെ കൂടെയാണെന്ന് തെളിയിക്കാൻ, ബന്ധം തെളിയിക്കാൻ, സ്നേഹം തെളിയിക്കാൻ, വിശ്വാസം തെളിയിക്കാൻ വാളെടുക്കുന്നത് മാന്യമാണ് എന്ന് കരുതുന്നത് ഇന്നത്തെയും ഒരു പരാജയമാണ്. വാള് വീശുമ്പോഴും ഒരു കുരിശുണ്ടെന്ന് ഓർക്കണം. ശത്രു എനിക്കെതിരെ വീശുന്ന വാളിനെ ഞാൻ എൻ്റെ വാള് കൊണ്ട് വെട്ടുമ്പോൾ ആ രണ്ട് വാളുകളും ചേർന്നുണ്ടാക്കുന്ന ഒരു കുരിശുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശ് സഹനത്തെ ഒപ്പുന്ന കുരിശാകുമ്പോൾ വാളുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കുരിശ് സഹനം കൊടുക്കുന്ന കുരിശാണ്. പീഠാനുഭവ വെള്ളിയാഴ്ചയിൽ ഉയർന്ന കുരിശ്, ആ കുരിശ് കൊണ്ട് ദൈവം നടത്തിയ യുദ്ധം, യേശു നടത്തിയ യുദ്ധം സ്നേഹയുദ്ധമാണെങ്കിൽ, വാളുകൊണ്ട് അവൻ്റെ പേരിൽ നാം നടത്തുന്ന യുദ്ധം കുരിശ് യുദ്ധങ്ങളായി മാറുന്നു. ഇന്നും ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അവൻ്റെ കൂടെയാണെന്ന് നമ്മൾ ഉറപ്പിക്കാൻ, യേശുവിൻ്റെ കൂടെയാണെന്നേ, ഭക്തനാണെന്നേ, സഭയുടെ കൂടെയാണെന്നേ എന്നൊക്കെ ഉറപ്പിക്കാൻ നാം ചിലപ്പോൾ വാളെടുക്കട്ടെയോ എന്ന് കർത്താവിനെ ഉപദേശിക്കുന്നവരായി മാറും. അവൻ ചെവി ഛേദിച്ച് കളഞ്ഞതിനെയാണ് ശാസിച്ചത്. ഛേദിക്കാൻ വന്ന പത്രോസിനെ ശ്ലാഘിക്കുകയല്ല. കുരിശ് യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞു. വേദന ഒപ്പുന്ന കുരിശുമായി നമുക്ക് ഈ ഈസ്റ്ററിനെ സമീപിക്കാം. ആർക്കും വാളുകൊണ്ട് സഹനം കൊടുക്കാതിരിക്കാം. ആമേൻ.